ഹായ് ഓൾ, നമുക്കിന്ന് റിഫ്ലക്സ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. സോ റിഫ്ലക്സ് ആക്ഷനെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പം ആദ്യം ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട ടേംസ് ഉണ്ട്. ഒന്നാമത്തേത് സഡൻ, രണ്ടാമത്തേത് ഇൻവോളണ്ടറി. സോ റിഫ്ലക്സ് ആക്ഷൻ ഈസ് ദ സഡൻ ആൻഡ് ഇൻവോളണ്ടറി ആക്ഷൻ ഓർ റെസ്പോൺസ് ജനറേറ്റഡ് ടുവേർഡ്സ് ദി എക്സ്റ്റേണൽ സ്റ്റിമുലസ്. ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസിന് നേരെ നമ്മുടെ ബോഡി പുറപ്പെടുവിപ്പിക്കുന്ന സഡനും ഇൻവോളണ്ടറിയുമായിട്ടുള്ള ആക്ഷൻ മെക്കാനിസത്തിന് അല്ലെങ്കിൽ റെസ്പോൺസ്, ഈ ഒരു റെസ്പോൺസിനെയാണ് നമ്മൾ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ കേസസിലും ഈ റിഫ്ലക്സ് ആക്ഷൻ എന്താണ്? പ്രൊട്ടക്റ്റീവാണ്. പ്രൊട്ടക്റ്റീവാണ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ കേസസിലും ഈ റിഫ്ലക്സ് ആക്ഷൻ പ്രൊട്ടക്റ്റീവാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോൾ പെട്ടെന്നൊരു ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരത്തിലുള്ളൊരു നമുക്ക് ഹാം എന്ന് തോന്നുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ അറിയാതെ നമ്മൾ ടച്ച് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ മേലേക്ക് അത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സഡൻ ആയിട്ട് ചില ആക്ഷൻസ് പുറപ്പെടുവിക്കും. നമ്മളിപ്പോൾ ചൂടാത്ത കൈ തൊട്ട് കഴിഞ്ഞാൽ കൈ വലിക്കും. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ലൈക്ക് ഇൻസെക്റ്റ് ഓർ സംതിങ് നമ്മുടെ കണ്ണിൻ്റെ നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കണ്ണെന്ത് ചെയ്യും? ബ്ലിങ്ക് ചെയ്യും, അല്ലെങ്കിൽ തല അങ്ങ് ഷേക്ക് ചെയ്ത് കളയും, അല്ലേ? സോ ഇതൊക്കെ എന്താണ്? റിഫ്ലക്സ് ആക്ഷൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന റെസ്പോൺസസ് ആണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സഡൻ, ഇൻവോളണ്ടറി. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ രണ്ട് ടൈപ്പ് ഓഫ് ആക്ഷൻസ് നടക്കുന്നുണ്ട്. വോളണ്ടറി ആക്ഷൻസും ഇൻവോളണ്ടറി ആക്ഷൻസും അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സ്. ഓക്കെ, വോളണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ്റെ കൺട്രോളിൽ നടക്കുന്ന മൂവ്മെൻറ്റ്സിനെയാണ് നമ്മൾ വോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻവോളണ്ടറി എന്ന് പറയുന്നത് ബ്രെയിൻ്റെ കൺട്രോളിലല്ലാതെ സംഭവിക്കുന്ന മൂവ്മെൻറ്റ്സ്. ഓക്കെ, സോ അത്തരത്തിലുള്ളൊരു മൂവ്മെൻ്റ് ആണ് എന്ത്? റിഫ്ലക്സ് ആക്ഷൻ. ആൻഡ് റിഫ്ലക്സ് ആക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്ന ഒരു നാച്ചുറൽ പാത്ത് വേ ഉണ്ട്. ഓക്കെ, ഈ നാച്ചുറൽ പാത്ത് വേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സ് ആർക്ക്. ഓക്കെ, സോ വാട്ട് ഈസ് റിഫ്ലക്സ് ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി നാച്ചുറൽ പാത്ത് വേ ഓഫ് വാട്ട്? റിഫ്ലക്സ് ആക്ഷൻ. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ നാച്ചുറൽ പാത്ത് വേ ഓഫ് റിഫ്ലക്സ് ആക്ഷൻ എന്നതാണ് റിഫ്ലക്സ് ആർക്കിൻ്റെ ഡെഫിനിഷൻ. സോ നമ്മൾ ആദ്യം റിഫ്ലക്സ് ആക്ഷൻ്റെ റിഫ്ലക്സ് ആക്ഷൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. വാട്ട് ഇറ്റ് ഈസ് ദ സഡൻ ആൻഡ് ഇൻവോളണ്ടറി ആക്ഷൻ ടുവേർഡ്സ് ദി external stimulus, action or response generated towards the external stimulus. It is protective, automatic, which means in the sense involuntary തന്നെ. Okay, fine. Then reflex arc നമ്മൾ പറഞ്ഞു, it is the natural pathway of reflex action. Then reflex arcലേക്ക് വരുമ്പം അവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആദ്യം എന്ത് വേണടാ? ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് വേണം, അല്ലേ? ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് വേണം. ദെൻ ഈ എക്സ്റ്റേണൽ സ്റ്റിമുലസ് എവിടെ എഫക്റ്റ് ചെയ്യും? ഒരു ഓർഗനിൽ എഫക്റ്റ് ചെയ്യണം, അല്ലേ? ആ ഓർഗനെയാണ് നമ്മൾ റിസപ്റ്റർ എന്ന് നമ്മളിവിടെ പറയുന്നത്. റിസപ്റ്റർ ഓർഗൻ അല്ലെങ്കിൽ റിസപ്റ്റർ. ഓക്കെ, റിസപ്റ്റർ. ഈ റിസപ്റ്ററിൽ ഇത് എഫക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്ത് ജനറേറ്റ് ആവുമടാ? ഇമ്പൾസ് ജനറേറ്റ് ആവും. ഓക്കെ, ഈ ഇമ്പൾസ് പിന്നെ എങ്ങോട്ട് പോവും? ഈ ഇമ്പൾസ് നമുക്കറിയാം നമ്മുടെ ബോഡിയിലുള്ള സെൻസറി ന്യൂറോൺ വഴി എങ്ങോട്ട് പോവും? സ്പൈനൽ കോഡിലേക്ക് പോവും. സ്പൈനൽ കോഡിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? സ്പൈനൽ കോഡിനകത്ത് എന്തുണ്ട്? റിലേ ന്യൂറോൺ ഉണ്ട്. റിലേ ന്യൂറോൺ അഥവാ അതിനെ നമ്മൾ ഇന്റർ ന്യൂറോൺ എന്നും പറയും. ഓക്കെ, ഇന്റർ ന്യൂറോൺ എന്നും പറയും. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് അവിടുന്ന് എങ്ങോട്ട് പോവും? അത് അവിടുന്ന് അങ്ങോട്ട് പോവും, മോട്ടോർ ന്യൂറോണിലേക്ക് പോവും. മോട്ടോർ ന്യൂറോൺ. ഓക്കെ, മോട്ടോർ ന്യൂറോണിൽ നിന്ന് പിന്നെ നേരെ അത് എങ്ങോട്ട് പോവും? റെസ്പോൺസ് ജനറേറ്റ് ചെയ്യണ്ടേ? അപ്പം എങ്ങോട്ട് പോവും? ഈ എഫക്റ്റർ ഓർഗനിലേക്ക് പോവും. എഫക്റ്റർ ഓർഗൻ മീൻസ് എവിടെയാണോ ഇത് റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഓർഗനിലേക്ക് പോവും, എഫക്റ്റർ ഓർഗൻ. ഓക്കെ, അവിടെ വെച്ചിട്ട് എന്ത് ജനറേറ്റ് ആവും? റെസ്പോൺസ് ജനറേറ്റ് ആവും. ക്ലിയർ ആണോടാ? സോ ദിസ് ഈസ് റിഫ്ലക്സ് ആർക്ക്. അതായത് ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഉണ്ട്, അത് റിസപ്റ്ററിൽ ആക്ട് ചെയ്യുന്നു, അവിടെ ഇമ്പൾസ് ജനറേറ്റ് ആവുന്നു, അത് സെൻസറി ന്യൂറോൺ വഴി സ്പൈനൽ കോഡിൽ എത്തുന്നു. സ്പൈനൽ കോഡിനകത്ത് റിലേ ന്യൂറോൺ അഥവാ ഇന്റർ ന്യൂറോൺ ഉണ്ട്. ദെൻ മോട്ടോർ ന്യൂറോൺ വഴി ഇത് എഫക്റ്റർ ഓർഗനിലേക്ക് തിരിച്ചെത്തുന്നു. അവിടെ ഒരു റെസ്പോൺസ് അഥവാ റിഫ്ലക്സ് ആക്ഷൻ ജനറേറ്റ് ആവുന്നു, അത് റെസ്പോണ്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? സ്പൈനൽ കോഡാണ് എന്തിനെ കൺട്രോൾ ചെയ്യുന്നത്? സ്പൈനൽ കോഡാണ് റിഫ്ലക്സ് ആക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്, ബ്രെയിൻ അല്ല. ഓക്കെ, സോ ഈ എന്താ പറയുക, നമ്മൾ ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞു, റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത് സഡനും ഇൻവോളണ്ടറിയുമാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് സംഭവിക്കണം, റാപ്പിഡായിട്ട്
എന്താ പറയുക സട്ടൻ ആയിട്ട് സംഭവിച്ചു പോകണം. അതുകൊണ്ട് തന്നെ ഇത് ബ്രെയിനിൽ പോയി കോഡ് ചെയ്ത് വരാനുള്ള സമയമൊന്നും എടുക്കില്ല. നേരെ എന്ത് ചെയ്യും, നേരെ സെൻസറി ന്യൂറോൺ വഴി സ്പൈനൽ കോഡിലേക്ക് എത്തിക്കും. അവിടെ നിന്ന് തന്നെ ഇതിൻ്റെ റെസ്പോൺസ് എന്താണുള്ളത് ജനറേറ്റ് ആവുന്നു. നേരെ പോയിട്ട് മോട്ടോർ ന്യൂറോൺ വഴി എഫക്റ്റർ ഓർഗനിൽ ആ റെസ്പോൺസ് ഇംപ്ലാന്റ് ചെയ്യുന്നു, റെസ്പോൺസ് ക്രിയേറ്റഡ് ആവുന്നു. റെഡി? So this is how reflex action works. I hope it is clear for you, right? Thank you.